പുലർച്ചെ സൂര്യൻ ഉദിച്ചു തുടങ്ങിയിരുന്നില്ല. കടലിൽ ആ വലിയ യാനം നങ്കൂരമിട്ടു. ആ വലിയ യാനത്തിൽ നിന്നും സാധനങ്ങൾ കയറ്റിയ ചെറുവള്ളങ്ങൾ കടൽ തീരത്തേക്ക് വന്നെത്തി. അവിടെ കാത്തുനിന്ന ആ വലിയ കച്ചവടക്കാരന് അവരുടെ സാധനങ്ങൾ കൈമാറി. കച്ചവടക്കാരനും അയാളുടെ കൂലിക്കാരനും സഹായികളും എല്ലാം കൂടി ആ സാധനങ്ങൾ ചുമന്നുകൊണ്ട് കൈവണ്ടിയിലും മറ്റുമാക്കി ആ വനത്തിലൂടെ കടന്നുപോകുന്ന ചെറുപാതയിലൂടെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ 3-4 മൈലുകൾക്കപ്പുറമുള്ള ഗ്രാമം ലക്ഷ്യമാക്കി വേഗത്തിൽ സഞ്ചാരവും തുടങ്ങി. പുറത്തെ രാജ്യങ്ങളിൽ നിന്നും എവിടെ നിന്നോ കയറ്റുമതി ചെയ്ത് ഇവിടേക്കെത്തിയ ധാന്യങ്ങളും വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളുമായിരുന്നു അയാൾക്ക് അവർ നൽകിയത്. അതിൻ്റെതായ പണവും അവർക്ക് അയാൾ നൽകിയിരുന്നു. ഇനിയും യാനം എന്നാണ് ഇതുവഴി കടന്നു പോകുന്നതെന്നും താങ്കൾക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും ചോദിച്ചു മനസ്സിലാക്കി ആ ചെറുവള്ളങ്ങൾ കടലിലേക്ക് തന്നെ മടങ്ങിപ്പോയി. കത്തിച്ചു പിടിച്ച തീപ്പന്തത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും സഹായത്തോടെ അവർ വനത്തിലൂടെ കടന്നു പോകുന്ന ആ പാതയിലൂടെ അവരുടെ ഗ്രാമം ലക്ഷ്യമാക്കി സഞ്ചാരവും തുടങ്ങി. സമയം ഏറെ മുന്നിലേക്ക് കടന്നു പോയപ്പോൾ മാനത്ത് വെള്ള കീറി തുടങ്ങി. പാതയിലേക്ക് വെളിച്ചവും വന്നു തുടങ്ങി. സൂര്യൻ പൂർണ്ണമായും ഉദിച്ചുയർന്നില്ല എങ്കിലും ആ പാതയിലും വനത്തിലും മുഴുവൻ വെളിച്ചം പരന്നു കഴിഞ്ഞിരുന്നു. അധികാരികളുടെ അനുമതിയില്ലാതെയാണ് ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ ആ കച്ചവടക്കാരൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും സമയം പാഴാക്കുവാനും നിൽക്കുവാനും അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. ഒന്നിനെയും വകവെക്കാതെ ആ വലിയ സംഘം വനത്തിലൂടെ കടന്നു പോകുന്ന പാതയിലൂടെ വളരെ വേഗം സഞ്ചരിച്ചു തുടങ്ങി. കുറച്ചു ദൂരം വനത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പിന്നിൽ ഉയർന്നു കേട്ട ആ വലിയ അലർച്ച അവർ കേട്ടു. അവിടേക്ക് എത്തിയ ആളുകൾക്ക് കാര്യം മനസ്സിലായി. പിന്നെ ഒട്ടും വൈകിയില്ല. കൂലിക്കാർ അവരുടെ സാധനങ്ങൾ നിലത്തിട്ട് ദൂരേക്കോടി. കച്ചവടക്കാരന്റെ ഒപ്പം ഉണ്ടായിരുന്ന ശിങ്കടികൾ കാട്ടിലേക്ക് ഓടി മറഞ്ഞു. കച്ചവടക്കാരൻ അവിടെ ഉണ്ടായിരുന്ന വലിയ പാറയുടെ മറവിലേക്ക് മറഞ്ഞു നിന്നു. ആ ചെറിയ ഇറക്കത്തിൽ കൈവിട്ട ആ കൈവണ്ടി നേരെ ചെന്ന് ഇടിച്ചു നിന്നത് അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിലേക്കാണ്. കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് അവിടെ ആകെ നിശബ്ദമായി. ചുറ്റുപാടുമുള്ള ആളുകൾ എങ്ങോട്ടെന്നില്ലാതെ ഓടി മറഞ്ഞു. വ്യാപാരി മാത്രം ഒറ്റയ്ക്ക് ആ പാറയുടെ മറവിൽ മറഞ്ഞിരുന്നു. അയാൾക്ക് വ്യക്തമായി എല്ലാം കാണുവാൻ സാധിക്കുന്നുണ്ട്. അയാൾ വാങ്ങിച്ച സാധനങ്ങൾ മുഴുവൻ ആ വഴിയോരത്ത് നിരന്നു കിടക്കുന്നു. തൻ്റെ തുണയായി കാവലായി അത്രയും നേരം തനിക്കൊപ്പം നിന്നവരെ കാണാനുമില്ല. അവരെങ്ങോട്ടെന്നില്ലാതെ ഓടി മറഞ്ഞു. വീണ്ടും ആ അലർച്ച കേട്ടു. അധികം വൈകാതെ തന്നെ അവൻ സംഭവ സ്ഥലത്തേക്ക് എത്തി. അവർ അതുവഴി കൊണ്ടുപോയ ധാന്യങ്ങളുടെയും മനുഷ്യന്റെയും മണം കാട്ടിലൂടെ അവന് കിട്ടിയിരുന്നു. വനത്തിൽ ഒറ്റയാനായി കഴിഞ്ഞിരുന്ന അവൻ സംഭവ സ്ഥലത്തേക്ക് ഇടഞ്ഞെത്തി. വലിയ കൊലവിളികൾ വിളിച്ചുകൊണ്ട് അവൻ അവിടേക്ക് ഓടിയെത്തിയപ്പോഴേക്കും ധാന്യങ്ങളും മറ്റ് സാധനങ്ങളും മാത്രം അവിടെ അവശേഷിക്കുന്നു. ആരെയും കാണുവാനില്ല. ഉന്തുവണ്ടി ചവിട്ടി തകർത്തും ചാക്കുകൾ പൊട്ടിച്ചും അതിലെ ധാന്യങ്ങളും മറ്റ് സാധനങ്ങളും അവൻ ആഹരിച്ചു. ബാക്കിയുള്ളവ കാട്ടിലേക്കും വഴിയിലേക്കും അവൻ വലിച്ചെറിഞ്ഞു. കച്ചവടക്കാരൻ നോക്കി നിൽക്കെ 3 പേരുടെ സഹായത്തോടെ വലിച്ചുകൊണ്ടുവന്ന കൈവണ്ടി അവൻ ഒറ്റയ്ക്ക് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. സാധനങ്ങൾ വായുവിലൂടെ പൊന്തി പറന്നു പോകുന്നത് അയാൾ നോക്കി നിന്നു. നിർഭാഗ്യവാനായ ഒരു കൂലിക്കാരൻ അടുത്തുണ്ടായിരുന്ന ഒരു മരത്തിന്റെ മറവിൽ മറഞ്ഞിരിക്കുന്ന കാര്യം കച്ചവടക്കാരൻ പോലും കണ്ടിരുന്നില്ല. എന്നാൽ ആനയ്ക്ക് അവന്റെ സാന്നിധ്യം മനസ്സിലായിരിക്കണം. ആനയുടെ അടുത്തുണ്ടായിരുന്ന ഒഴിഞ്ഞ കൈവണ്ടി എടുത്ത് അവൻ മറഞ്ഞിരുന്ന മരത്തിന് നേരെ വലിച്ചെറിഞ്ഞു. മരത്തിലേക്ക് കൈവണ്ടി വന്നടിച്ച് ചിന്നിച്ചിതറി. ആ ശബ്ദവും ആ കോലാഹലവും കണ്ട ആ കൂലിക്കാരൻ ആ വലിയ മരത്തിന്റെ പുറകിൽ നിന്നും വനത്തിലേക്ക് ഓടി. കൃത്യമായി പറഞ്ഞാൽ ആനയും അയാളും തമ്മിലുള്ള ദൂരം 15 അടി ആയിരിക്കാം. ആന 3-4 അടി അയാൾക്ക് പിന്നാലെ ഓടിയതും തുമ്പിക്കൈ കൊണ്ട് അയാളെ വരിഞ്ഞെടുത്തു. മുകളിലേക്ക് ഉയർത്തുകയും ശക്തിയായി ചുറ്റിപ്പിടിക്കുകയും ചെയ്തു. പിന്നീട് ആ വ്യാപാരി ഇരുന്ന ആ പാറയുടെ മുകളിലേക്ക് അവനെ വലിച്ചെറിഞ്ഞു. പാറയിൽ വന്നിടിച്ചതും ഉച്ചത്തിൽ നിലവിളി കേട്ടു. പിന്നീട് അതും അവസാനിച്ചു. പാറയിൽ മുഴുവൻ രക്തം. ആ ശരീരം നിലത്തേക്ക് വന്നു വീണു. ആ പാറയുടെ ചുവട്ടിൽ തന്നെ വന്നു വീണു. അവിടെ കിടക്കുന്ന ശരീരത്തിൻ്റെ അരികിലേക്ക് ആന നടന്നെത്തി. അവൻ്റെ ആ വലിയ കാലുകൾ കൊണ്ട് അവിടെ കിടന്ന അയാളുടെ തലയിലേക്ക് വെച്ചു. പിന്നെ നെഞ്ചിലേക്കും. കൈകളിൽ ചുറ്റിപ്പിടിച്ച് വലിച്ചെടുത്തു. അവൻ്റെ തുമ്പിക്കൈകളിലേക്ക് ഊരിയെത്തിയ കൈകളും കാലുകളും അവൻ കാട്ടിലേക്ക് ചുഴറ്റിയെറിഞ്ഞു. ആന അവിടുന്ന് പോകുമ്പോൾ തൻ്റെ കൂലിക്കാരൻ്റെ ശരീരം തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം മാംസപിണ്ഡം മാത്രമായിരുന്നു. രക്തവും മണ്ണും കലർന്ന മാംസപിണ്ഡം. കച്ചവടക്കാരൻ്റെ സാധനങ്ങൾ അത്രയും ആന നശിപ്പിച്ചു. ഒന്നും അവശേഷിപ്പിക്കാതെ ധാന്യങ്ങൾ മുഴുവൻ വനവും ആ വനപാതയും കവർന്നെടുത്തു.
അരമണിക്കൂറോളം ആനയുടെ പരാക്രമങ്ങൾ അവിടെ തുടർന്നു പോയി. ആന വനത്തിലേക്ക് മടങ്ങി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ വ്യാപാരിയും ആ പാറയുടെ മറവിൽ നിന്നും പാതയിലേക്കും പിന്നീട് അവിടെ നിന്നും അടുത്തുണ്ടായ ഗ്രാമത്തിലേക്കും ഓടിയകന്നു. ഉച്ചയായതോടെയാണ് പേടിച്ചരണ്ട ആ വ്യാപാരി അടുത്തുള്ള ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നത്. അയാൾ അവിടെ എത്തിയപ്പോഴേക്കും തൻ്റെ കൂടെ അവിടേക്കെത്തിയ തൻ്റെ സഹായികളും കൂലിക്കാരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എത്തിയപ്പോഴേ അവർ പറഞ്ഞു, യജമാനനെ കൊന്നു കാണുമെന്നാണ് ഞങ്ങൾ കരുതിയത്. ഇത്രയും സമയമായിട്ടും അങ്ങേ കാണാത്തത് കൊണ്ട് ആന നിങ്ങളെ ചവിട്ടി കൊന്നു കാണുമെന്നാണ് ഞങ്ങൾ കരുതിയത്. ഞങ്ങൾ അവിടേക്ക് വരാൻ തുനിയുകയായിരുന്നു. നിങ്ങളെ തിരക്കി. നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കാണാനില്ല. അല്പസമയം കൂടെ ഇവിടെ കാത്തിരുന്ന ശേഷം യജമാൻ നമുക്ക് വനത്തിലേക്ക് പോകാം, നിങ്ങളുടെ സാധനങ്ങളുടെ അരികിലേക്ക്. കച്ചവടക്കാരൻ പറഞ്ഞു, അത് വേണമെന്നില്ല. ആ സാധനങ്ങൾ നിങ്ങൾ മറന്നേരെ. അത് പൂർണ്ണമായും ആന നശിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇനിയും അതിലെ ഒന്നുപോലും നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയില്ല. നിങ്ങൾ ആരെയാണോ കാത്തിരിക്കുന്നത് അയാൾ ഇനിയും ഒരിക്കലും മടങ്ങി വരില്ല. അവനെ എൻ്റെ മുന്നിൽ വെച്ചാണ് ആ ക്രൂരനായ മൃഗം കൊന്നത്. നമ്മൾ നടന്നു വന്ന ആ പാതയുടെ അരികിലുള്ള ആ വലിയ പാറയുടെ ചുവട്ടിൽ അവൻ്റെ ശരീരം കിടക്കുന്നുണ്ട്. ഇത്രമാത്രം പറഞ്ഞതിന് ശേഷം ആ വ്യാപാരി തൻ്റെ ആളുകളെയും കൂട്ടി അയാൾ അവിടേക്ക് കൊണ്ടുവന്ന കാളവണ്ടിയിൽ കയറി തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോയി. നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് സിലോണിലെ ഒരു ഭ്രാന്തൻ ആനയുടെ കഥയാണ്. ആനയെ കൊന്ന കേണൽ ഹാർഡിയുടെ കഥയാണ്. വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ. സിലോൺ, അതായത് ഇന്നത്തെ ശ്രീലങ്കയിൽ വെച്ചാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന കഥ നടന്നിരിക്കുന്നത്. യാല വനം ഇന്ത്യൻ മഹാസമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന വനം. ആനകളും പുലികളും മാനുകളുമെല്ലാം അധിവസിക്കുന്ന കാട്. വനത്തിനരികിലായി ഗ്രാമങ്ങൾ കാണാൻ സാധിക്കും. സിംഹള വർഗത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ താമസിക്കുന്നത്. കൃഷിയും മത്സ്യബന്ധനവുമെല്ലാം അവരുടെ ഉപജീവന മാർഗമാണ്. 1898കളുടെ അവസാനത്തിലാണ് നമ്മൾ എന്ന് പറയാൻ പോകുന്ന ഈ കഥ നടന്നിരിക്കുന്നത്. ആനകളും പുലികളുമെല്ലാം ധാരാളമായുള്ള സ്ഥലമാണ്. വനമിറങ്ങി പലപ്പോഴും കാട്ടാനകൾ കൃഷിയിടത്തിലേക്ക് എത്താറുണ്ട്. അങ്ങനെ വനമിറങ്ങി നാട്ടിലേക്ക് വരുന്ന ആനകൾ മിക്കവാറും കൃഷിയിടങ്ങൾ നശിപ്പിക്കും. വിളവെടുക്കുവാൻ കാത്തു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ അവ ചവിട്ടി മെതിക്കും. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യമെങ്കിലും സൂര്യൻ അസ്തമിച്ചാൽ മാത്രമാണ് കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുകയുള്ളൂ. അതുവരെയും അവ കാട്ടിൽ മറഞ്ഞിരിക്കും. അവരുടെ ധൈര്യം എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. അവിടെ നടന്ന ഒരു സംഭവമാണിത്. നെല്ല് കൊയ്ത് അവയെല്ലാം ഒരിടത്ത് കൂട്ടിയിട്ട ശേഷം അതിൻ്റെ അരികിലും മറ്റും ആളുകൾ വിശ്രമിക്കുകയായിരുന്നു. അന്ന് നേരം നന്നെ ഇരുട്ടിക്കഴിഞ്ഞ് ആനകൾ വനമിറങ്ങി നാട്ടിലേക്കെത്തി. ആളുകൾ കൂട്ടിയിട്ട നെല്ലുകൾ ലക്ഷ്യമാക്കിയായിരുന്നു അവ എത്തിയത്. അവിടേക്ക് കൂട്ടമായി എത്തിയ ആനകളുടെ ശബ്ദം കേട്ട് അവിടെ കിടന്നുറങ്ങിയ ആളുകൾ എഴുന്നേൽക്കുകയും അവരുടെ കൈവശം കരുതിയ തീപ്പന്തം ഉപയോഗിച്ച് ആനകളെ ഭയപ്പെടുത്തി ഓടിക്കുവാനും നോക്കി. എന്നാൽ അതിലൊരാളെ അടിച്ച ആന നെൽക്കറ്റകളുടെ മുകളിലേക്കാണ് ഇട്ടത്. അയാളുടെ കൈവശം ഉണ്ടായിരുന്ന തീ ആ കറ്റയ്ക്ക് പിടിച്ചു. കൂമ്പാരമായി കിടന്ന കറ്റയ്ക്ക് തീ പിടിച്ചു. കൂട്ടിയിട്ട നെല്ലുകൾ ആഹരിച്ചുകൊണ്ടിരുന്ന ആന വരെ ഭയന്നു. അവയും അവിടെ നിന്ന് വനത്തിലേക്ക് ഓടി. ആ വലിയ തീ അന്നത്തെ കൊയ്ത്തിനെ മുഴുവൻ ബാധിച്ചു. ഒന്നൊന്നില്ലാതെ മുഴുവൻ കത്തി നശിച്ചു. നേരം പുലർന്നപ്പോൾ അതിൻ്റെ ഉടമ അവിടേക്ക് വന്നപ്പോൾ കണ്ടത് ചാരം മാത്രമായിരുന്നു. ഒന്നഴിയാതെ എല്ലാം അഗ്നിക്ക് ഇരയായി കഴിഞ്ഞിരുന്നു. ഇതല്ലാതെ മറ്റൊരു സംഭവവും അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു ഭൂവുടമ തെങ്ങിൻതോട്ടം തയ്യാറാക്കുവാൻ വേണ്ടി അയാളുടെ വസ്തുവിൽ നിരത്തി പുതിയ തെങ്ങിൻ തൈകൾ നട്ടിരുന്നു. നേരമൊന്ന് ഇരുട്ടി വെളുത്തപ്പോൾ അയാൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ തെങ്ങിൻ തൈകളെല്ലാം പിഴുതെറിഞ്ഞിരിക്കുന്നതിൻ്റെയും തിന്നു നശിപ്പിച്ചിരിക്കുന്നതിൻ്റെയും കാഴ്ചകൾ മാത്രമായിരുന്നു. അത്രയധികം ശല്യമായിരുന്നു വനമിറങ്ങി അവിടേക്ക് എത്തുന്ന ആനകൾ അവിടെ വരുത്തിക്കൊണ്ടിരുന്നത്. ആനകൾ കൂട്ടമായി കൃഷിയിടത്തിലേക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നമ്മൾ ആനക്കൂട്ടത്തിന്റെ മുന്നിൽ അകപ്പെടുമ്പോഴോ അവ നമ്മളെ വലുതായി ഉപദ്രവിക്കുവാനൊന്നും വരികയില്ല. എന്നാൽ മറ്റു ചിലരുണ്ട്, അങ്ങനെയുള്ള ആനക്കൂട്ടങ്ങളിൽ നിന്നും അകറ്റപ്പെടുന്നവരോ മാറി നടക്കുന്നവരോ. അങ്ങനെയുള്ള ആനകൾക്ക് മുന്നിൽ പെട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആനകൾ നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവ വിതയ്ക്കുവാൻ പോകുന്നത് മരണമായിരിക്കും. അങ്ങനെയുള്ള ഒരു ആനയുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത്. ആനക്കൂട്ടത്തിൽ നിന്നും തഴയപ്പെട്ട ഒരു കൊമ്പൻ്റെ കഥ.
മാസങ്ങൾക്ക് മുന്നെയാണ് ഇത് സംഭവിച്ചത്. അതിരാവിലെ കാപ്പിത്തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു തൊഴിലാളിയാണ് ആദ്യം ആനയെ കാണുന്നത്. തോട്ടം മുഴുവൻ ആന നശിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയ അയാൾ തൻ്റെ കൈവശമുണ്ടായിരുന്ന മൂർച്ചയേറിയ ആയുധം ഒരു വലിയ വടിയിൽ കെട്ടി ആനയെ ആക്രമിക്കുവാൻ വേണ്ടി മുന്നോട്ട് ചെന്നു. അയാൾക്കാവുന്ന വിധത്തിൽ ആനയുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുവാനും അയാൾക്ക് സാധിച്ചു. താൻ അതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആനയുടെ ശരീരത്തിൽ മുറിവേൽപ്പിച്ച് ആനയെ ഭയപ്പെടുത്തിയാൽ അവൻ ഭയന്ന് വിറച്ച് വനത്തിലേക്ക് ഓടിപ്പോകുമെന്നായിരുന്നു. എന്നാൽ അയാളുടെ ചിന്തകൾക്ക് വിപരീതമായിരുന്നു അന്ന് അവിടെ നടന്നത്. ദേഹം നൊന്തപ്പോൾ ആന ക്രുദ്ധനായി തുമ്പിക്കൈ ഉയർത്തുകയും അയാളെ തോട്ടത്തിലൂടെ ഓടിക്കുകയും ചെയ്തു. എങ്ങനെയൊക്കെയോ അയാൾ ഓടി അടുത്തുണ്ടായിരുന്ന ചന്തയിലേക്ക് കയറി. ആൾത്തിരക്കുണ്ടായിരുന്നെങ്കിലും അയാളെ ലക്ഷ്യമാക്കി വന്ന ആന അയാളെ തന്നെ പിന്തുടരുകയും ചന്തയിലിട്ട് വട്ടം പിടിക്കുകയും ചെയ്തു. ആളുകൾ ഭയചകിതരായി. എന്താണ് അവിടെ നടക്കുന്നത് നോക്കിക്കണ്ടു. ആന ഉച്ചത്തിൽ ചിഹ്നം വിളിച്ചു. അയാളെ തുമ്പിക്കൈയിൽ ഉയർത്തിയെടുത്തു നിലത്തടിച്ചു. ആദ്യ അടിയിൽ തന്നെ അയാളുടെ ജീവൻ പോയി കാണണം. പിന്നെ അവന്റെ കാലുയർത്തി നെഞ്ചിൽ ചവിട്ടി അമർത്തി. ആളുകൾ ഉച്ചത്തിൽ ബഹളം വയ്ക്കുകയും ആന അവിടെ ഉണ്ടായിരുന്ന 2-3 കടകളും തകർത്ത് തിരിച്ച് വനം കയറുകയാണ് ചെയ്തത്. അവിടെ കൂടി നിന്ന ആളുകൾക്കൊന്നും ചെയ്യുവാൻ ഉണ്ടായിരുന്നില്ല. അവരവിടേക്ക് എത്തിയപ്പോഴേക്കും അയാളുടെ ജീവൻ പൂർണ്ണമായും പോയി കഴിഞ്ഞിരുന്നു. നെഞ്ചും കൂട് തകർന്നു. മൂക്കിൽ നിന്നും വായിൽ നിന്നും നെഞ്ചിൽ നിന്നുമെല്ലാം രക്തം നിലത്തേക്ക് ഒലിച്ചിറങ്ങിക്കഴിഞ്ഞു. അവിടെ കൂടി നിന്നവർക്ക് അയാളുടെ ശരീരം എടുത്തുകൊണ്ട് അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടതായി വന്നു. പിന്നീടും ആനയുടെ പല ശല്യങ്ങളും ആ ഗ്രാമത്തിലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും അരങ്ങേറിയിരുന്നു. ഒരിക്കൽ അവനൊരു തോട്ടത്തിൽ പ്രവേശിച്ചു. അവിടെ താഴ്ത്തിവെച്ച തൂണുകളും ഏറുമാടങ്ങളും അവൻ തകർത്തെറിഞ്ഞു. അവൻ്റെ ശക്തിക്ക് മുന്നിൽ പല വലിയ മരങ്ങളും പിഴുതെറിയപ്പെട്ടു. രാത്രികാലങ്ങളിൽ കൃഷിയിടങ്ങളിൽ കാവൽ നിൽക്കുവാൻ ആളുകൾക്ക് ഭയമായിരുന്നു. എത്ര ബലപ്പെട്ട ഏറുമാടം പോലും കുത്തിയിടുവാൻ കരുത്തുള്ളവനായിരുന്നു ആ കൊമ്പൻ. അത് തന്നെയായിരുന്നു അവിടുത്തെ ആളുകളുടെ ഭയവും. അതിനും ഉദാഹരണമായി അവിടുത്തെ ആളുകൾ പല കഥകളും പറയുന്നുണ്ട്. അതിലെ ഒരു കഥ ഇതാണ്. തൻ്റെ കൃഷിയിടത്തിൽ ഉയർന്നു നിൽക്കുന്ന ഏറുമാടത്തിലേക്ക് രാത്രികാലങ്ങളിൽ കാവൽ നിൽക്കുവാൻ വേണ്ടി റോഗ്ല പോകാറുണ്ടായിരുന്നു. അന്നും എന്നത്തെയും പോലെ അദ്ദേഹം പോയി. തൻ്റെ കൈവശമുണ്ടായിരുന്ന റാന്തൽ കത്തിച്ചുകൊണ്ട് അയാൾ ആ ഏറുമാടത്തിൽ കാവലിരുന്നു. വനമിറങ്ങി വന്യജീവികൾ തൻ്റെ കൃഷിയിടത്തിലേക്ക് വരുന്നുണ്ടോ എന്നറിയുവാൻ വേണ്ടി. ആനകൾ പൊതുവെ ഈ സമയങ്ങളിലാണ് കൃഷിയിടത്തിലേക്ക് എത്താറ്, അതായത് വിളകൾ പാകമാകുന്ന സമയം. ആന അവിടേക്ക് എത്തിയാൽ അവയെ വിരട്ടി ഓടിക്കുവാൻ വേണ്ട കാര്യങ്ങളെല്ലാം അയാൾക്ക് പക്കൽ അപ്പമുണ്ടായിരുന്നു. അർദ്ധരാത്രി ആയപ്പോഴേക്കും അയാൾ ഒന്ന് മയങ്ങി. റാന്തലിനെ നാളം താഴ്ത്തി. സമയം ഏറെ മുന്നിലേക്ക് പോയി. തൻ്റെ കാലിൽ എന്തോ ഒന്ന് ചുറ്റിപ്പിടിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് അയാൾ എഴുന്നേറ്റത്. കണ്ണ് തുറന്നപ്പോഴേക്കും അയാളെ അത് വലിച്ചുകൊണ്ട് ഏറുമാടത്തിന്റെ താഴേക്ക് കൊണ്ടുപോയിരുന്നു. അയാളിപ്പോൾ തൂങ്ങിക്കിടക്കുകയാണ്. ആന അയാളുടെ കാലിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. തല കീഴായി ചുറ്റിയിട്ടിരിക്കുന്നു. അതിനുശേഷം അയാളെ തൂക്കിയെടുത്ത് എറിഞ്ഞു. അയാൾ വായുവിലൂടെ പൊന്തി മുകളിലേക്ക് ഉയർന്ന് നിലത്തേക്ക് വന്നു വീണത് അയാളുടെ പാടത്തിന്റെ നടുവിലേക്കാണ്. അയാളുടെ വിളകൾക്കിടയിലാണ്. അയാൾ വളരെ വേഗം വിളകൾക്കിടയിലേക്ക് എഴഞ്ഞു നീങ്ങി. ആ ചെളിയിൽ കിടന്ന് ഒന്ന് ഉരുളുകയും അയാളുടെ ദേഹം മുഴുവൻ ചെളിയാക്കുകയും ചെയ്തു. അതിനുശേഷം വീണ്ടും അയാളുടെ വിളകൾക്കിടയിലേക്ക് അയാൾ ഇഴഞ്ഞു നീങ്ങി പതുങ്ങിയിരുന്നു. ആന തൻ്റെ ഇരയെ എടുത്തെറിഞ്ഞ ഭാഗത്തേക്ക് വരികയും അവിടെ ഒന്ന് തിരയുകയും ചെയ്തു. എന്നാൽ അവന് അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെട്ടു. അയാൾ അവിടെ അനങ്ങാതെ അങ്ങനെ കിടന്നു ആന പോകുന്നത് വരെ. ആന തിരികെ പോയത് അയാൾ ഇരുന്ന ഈറുമാടത്തിന്റെ അരികിലേക്കാണ്. പിന്നെ അയാൾ കേൾക്കുന്നത് തടികളും മറ്റും ഒടിയുന്ന ശബ്ദമാണ്. അയാൾ പതിയെ തൻ്റെ തല ഉയർത്തി അവിടേക്ക് നോക്കി. അതായത് അയാളുടെ ഏറുമാടം നിന്ന സ്ഥലത്തേക്ക്. അയാൾ കാണുന്ന കാഴ്ച ഏറുമാടം നിലം പൊത്തുന്ന കാഴ്ചയായിരുന്നു. അത്രയും ശക്തമായ രീതിയിൽ കെട്ടിയ ആ ഏറുമാടം എന്ത് നിസാരമായിട്ടാണ് ആന നിലം പതിപ്പിച്ചത്. അയാൾക്ക് അത്ഭുതമായി. അയാൾ തൻ്റെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ തന്നെ അങ്ങനെ ഇരുന്നു. ആന നടന്നകുന്നത് അയാൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആന നടന്ന് കാട് കയറിയതിന് ശേഷമാണ് അയാൾ ഒന്ന് നിവർന്നു നിൽക്കുന്നത്. അയാൾക്ക് നടക്കുവാൻ നല്ല പ്രയാസമുണ്ടായിരുന്നു. കാരണം നടുവിനും കാലിനുമെല്ലാം നല്ല വേദനയായിരുന്നു. അയാൾ എങ്ങനെയൊക്കെയോ നടന്നും ഇരുന്നും എഴഞ്ഞുമെല്ലാം അയാളുടെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. പിറ്റേന്ന് കാലത്തെ ആളുകളെയും കൊണ്ടുവരികയും ഒളിഞ്ഞു കിടന്ന ഏറുമാടം അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. അന്ന് രാത്രിയിൽ അവിടെ നടന്ന സംഭവം എന്താണെന്ന് അവിടേക്കെത്തിയ ആളുകളോടും അയാൾ വിശദമായി പറഞ്ഞു. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അയാളിപ്പോൾ ജീവനോടെ ഇരിക്കുന്നതെന്നും പറഞ്ഞു. ഈ സംഭവത്തിന് ശേഷം ആരും രാത്രികാലങ്ങളിൽ തങ്ങളുടെ വിളകൾക്ക് കാവൽ നിൽക്കുവാനോ ഏറുമാടങ്ങളിൽ താമസിക്കുവാനോ പോയില്ല. എന്നാൽ മറ്റു ചിലർ ഉണ്ടായിരുന്നു. അവരവരുടെ മച്ചാലുകൾ കെട്ടിയിരുന്നത്
അടുത്തുണ്ടായിരുന്ന വലിയ മരങ്ങളിലാണ്. അവർ മാത്രം രാത്രികാലങ്ങളിൽ അവരുടെ തോട്ടങ്ങൾക്കും കൃഷിയിടങ്ങൾക്കും കാവൽ നിന്നു. എന്നാൽ അതുവഴി കടന്നു പോകുന്ന ആനയുടെ സഞ്ചാരപാതയ്ക്കോ ആനയെയോ ശല്യം ചെയ്യുവാൻ അവരും തയ്യാറായില്ല. അവരുടെ തോട്ടങ്ങളിലേക്കോ അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലേക്കോ കടന്നു വരുന്ന ആന അവന് വേണ്ടതെല്ലാം ആഹരിച്ചതിന് ശേഷം നശിപ്പിക്കേണ്ടതെല്ലാം നശിപ്പിച്ചിട്ട് അവൻ തിരികെ മടങ്ങിപ്പോകും. അവർ മിണ്ടാതെ ആ കാഴ്ചകൾ ആ വലിയ മച്ചാനിലിരുന്ന് കാണും. മറിച്ചൊന്നും മിണ്ടുവാനോ ശബ്ദമുണ്ടാക്കുവാനോ അവനെ ഭയപ്പെടുത്തുവാനോ ശ്രമിക്കാറില്ല. അങ്ങനെ ശ്രമിച്ച ഒരാളെ അവൻ മരം ഉൾപ്പെടെ മറിച്ചിടുകയും കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഗോദ്ര ഗ്രാമത്തിലായിരുന്നു ഇത് അരങ്ങേറിയത്. അവിടെ ഉണ്ടായിരുന്ന വലിയൊരു വാഴത്തോട്ടത്തിന്റെ സമീപത്ത് നിന്നിരുന്ന വലിയൊരു മരത്തിലായിരുന്നു അയാൾ ഏറുമാടം സ്ഥാപിച്ചിരുന്നത്. അതായത് അയാളുടെ മച്ചാൻ. രാത്രികാലങ്ങളിൽ ആ മച്ചാനിൽ അയാൾ താമസിക്കുകയും തൻ്റെ കൃഷിയിടത്തിലേക്ക് കടന്നു വരുന്ന വന്യമൃഗങ്ങളെ ഭയപ്പെടുത്തി ഓടിക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു. അന്നത്തെ ദിവസം ഈ ആന സംഭവം നടന്ന സ്ഥലത്തേക്ക് വന്നു. അയാളുടെ വാഴത്തോട്ടം നശിപ്പിക്കുവാൻ തുടങ്ങിയ സമയത്ത് അത് കണ്ടു നിൽക്കുവാൻ സാധിക്കാത്ത അയാൾ ആ മച്ചാനിൽ ഇരുന്നു കൊണ്ട് തൻ്റെ കൈവശമുണ്ടായിരുന്ന റാന്തൽ കത്തിക്കുകയും ഉച്ചത്തിൽ ബഹളം വെക്കുകയും ചെയ്തു. തൻ്റെ കൈവശമുണ്ടായിരുന്ന പാറക്കല്ലുകൾ എടുത്ത് താഴേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അത് കണ്ട ക്രുദ്ധനായ ആന അയാളിരുന്ന ആ വലിയ മരത്തിൻ്റെ അരികിലേക്ക് പോയി. ആ മരത്തിന് ചുറ്റും 2-3 തവണ കറങ്ങി. ആ വലിയ മരവും അവൻ്റെ മച്ചാനും ആ ആന കുത്തി നിലത്തിട്ടു. ഏറുനേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആ വലിയ മരം നിലം പതിച്ചത്. അത്രയും ഉയരത്തിൽ നിന്നും നിലത്തേക്ക് വീണതുകൊണ്ട് തന്നെ ആ മച്ചാനിലിരുന്ന അയാൾക്ക് നേരെ നിൽക്കുവാനോ ഓടുവാനോ സാധിച്ചില്ല. മച്ചാൻ വീണതിന് പിന്നാലെ തന്നെ ആനയും അവിടേക്കെത്തി. മച്ചാനിൽ കിടന്നിരുന്ന അയാളെ അവിടെ വെച്ച് തന്നെ ആന ചവിട്ടിക്കൊന്നു. ഇങ്ങനെയുള്ള കൃഷിയിടങ്ങളിൽ മാത്രമായിരുന്നില്ല അവന്റെ ശല്യം വളരെ അധികമായി ഉണ്ടായിരുന്നത്. വനത്തിലൂടെ കടന്നു പോകുന്ന വനപാത വഴി ആർക്കും പോകാൻ പറ്റാത്ത സ്ഥിതി വരെ ഉണ്ടായി. ദൂരെയുള്ള ഗ്രാമങ്ങളിൽ നിന്നും അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ വനപാതയിലൂടെയാണ് അവിടുത്തെ ആളുകൾ കൂടുതലും സഞ്ചരിക്കാറ്. അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് അവൻ വളരെ വേഗം കടന്നു വരികയും അവരെ ഭയപ്പെടുത്തി ഓടിക്കുകയും ചിലരെ ആക്രമിക്കുകയും ചെയ്തു. അങ്ങനെയും 2-3 പേർ അവന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. അതുമാത്രമല്ല, സാധനങ്ങളുമായി ഗ്രാമങ്ങളിലേക്ക് വരുന്ന കാളവണ്ടികളെയും കാളവണ്ടിക്കാരെയും അവൻ ആക്രമിക്കാറുണ്ട്. ധാന്യങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്ന ധാന്യപ്പുരകൾ അവൻ നശിപ്പിക്കാറുണ്ട്. കടകൾ, വീടുകൾ എന്നു വേണ്ട, അവന് തോന്നിയവയെല്ലാം അവൻ നശിപ്പിക്കും. ഗ്രാമങ്ങളിലേക്ക് കയറി മരങ്ങളും വീടുകളും വരെ അവൻ തകർക്കും. അത്രയ്ക്ക് ശല്യമായപ്പോൾ അവനെ കൊല്ലുവാൻ വേണ്ടി പലരും രംഗത്തിറങ്ങിയിരുന്നു. എന്നാൽ അവരെ കൊണ്ടൊന്നും ആനയെ പിടിച്ചു കെട്ടുവാനോ കൊല്ലുവാനോ കഴിഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് അക്കാലത്ത് സിലോണിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കേണൽ ഹാർഡി ഈ ആനയെപ്പറ്റി കേൾക്കുന്നതും അവനെ കൊല്ലുവാൻ വേണ്ടി രംഗത്തിറങ്ങിയതും. 1888കളുടെ അവസാന കാലഘട്ടങ്ങളിലാണ് ഹാർഡി ആനയെ പിടിക്കുവാൻ വേണ്ടി അവിടേക്ക് എത്തുന്നത്. സിംഗിൾ ഷോട്ട് റൈഫിലായിരുന്നു അയാൾ അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. നേരം ഇരുട്ടി തുടങ്ങിയപ്പോൾ ഹാർഡി തൻ്റെ തോക്കുമായി ശാന്തമായി കിടക്കുന്ന ഗ്രാമത്തിൻ്റെ വീതിയിലൂടെ അയാൾ നടന്നു. അവിടുത്തെ ഗ്രാമീണർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നേരം ഇരുട്ടിക്കഴിഞ്ഞാണ് കൂടുതലും ആനയുടെ ശല്യം ഗ്രാമത്തിലും അതിൻ്റെ അതിരിലുള്ള പ്രദേശങ്ങളിലും നടക്കുന്നത്. ആനയെ തേടി വിജനമായി കിടക്കുന്ന പാതകളിലൂടെ അയാൾ അലഞ്ഞു നടന്നു. ഗ്രാമത്തിനെ 1-2 വട്ടം അയാൾ വലം വെച്ചു. രാത്രി അർദ്ധരാത്രിയിലേക്ക് മടങ്ങി. വനത്തിൽ നിന്നും ചെന്നായ്ക്കളുടെ ഊരിയിടലുകൾ വ്യക്തമായി കേൾക്കാം. അതിൻ്റെ കൂടെ ചീവീടുകളുടെ ഒച്ചയും. ഇളം കാറ്റ് ഗ്രാമത്തിലേക്ക് വീശുന്നുണ്ട്. കാതൊന്ന് ഊർത്തു കഴിഞ്ഞാൽ അങ്ങകലെ കടലിൻ്റെ ഇരമ്പലും കേൾക്കാം. ആനയെ തിരഞ്ഞുകൊണ്ട് അന്നത്തെ രാത്രി അയാൾ അവിടെ ചിലവഴിച്ചു, ആ ഗ്രാമത്തിൻ്റെ വിജനമായ വഴികളിൽ. പിന്നീട് എപ്പോഴോ അദ്ദേഹം വനത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ആ ഇരുട്ടിൽ തൻ്റെ കൈവശമുണ്ടായിരുന്ന ആ ചെറിയ ടോർച്ചിൻ്റെ പ്രകാശത്തിൽ ഗ്രാമവും കിടന്ന് കൃഷിയിടവും കിടന്ന് വനത്തിലൂടെ നീണ്ടുകിടക്കുന്ന പാതകളിലൂടെ അയാൾ നടക്കുവാൻ ആരംഭിച്ചു. നല്ല നിലാവ്, തെളിഞ്ഞ ആകാശം, ചുറ്റുപാടും അവ്യക്തമായി കാണാം. കേണൽ ധൈര്യത്തോടെ തൻ്റെ റൈഫിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു. കുറച്ചു ദൂരം വനപാതയിലൂടെ സഞ്ചരിച്ചയാൾ വലത്തേക്ക് തിരിഞ്ഞ് നിബിഡമായ വനത്തിലേക്ക് കയറി നടന്നു. ഏറെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ എത്തിച്ചേർന്നത് വനത്തിലെ ഒരു ജലാശയത്തിൻ്റെ അരികിലേക്കാണ്. ആ ജലാശയത്തിൻ്റെ അരികിലൂടെ അയാൾ അങ്ങനെ നടന്നു. ഏതു നിമിഷവും ആ കൊമ്പൻ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടും എന്ന ധാരണയിൽ അങ്ങനെ മുന്നിലേക്ക് നടന്ന സമയം തൻ്റെ മുന്നിലൂടെ ഒരു തവള വളരെ വേഗം ആ കുളത്തിലേക്ക് എടുത്തു ചാടി. അയാൾ ഒന്ന് ഞെട്ടി. തൻ്റെ ശ്രദ്ധ കുളത്തിലേക്ക് മാറി. 2 കണ്ണുകൾ കുളത്തിലേക്ക് അപ്പോൾ തന്നെ താഴ്ന്നു പോകുന്നതും അയാൾ കണ്ടു. ആ ചന്ദ്രനെ പൂർണ്ണമായും ആ ജലാശയത്തിൽ കാണാം. അല്പസമയം അയാൾ ആ ജലാശയത്തിൻ്റെ തീരത്ത് അങ്ങനെ ഇരുന്നു. തൻ്റെ അല്പസമയത്തെ കാത്തിരിപ്പിന് ശേഷം അയാൾ വളരെ വ്യക്തമായി തന്നെ കേട്ടു ആനക്കൂട്ടങ്ങൾ ജലാശയത്തിലേക്ക് നടന്നു വരുന്നതിൻ്റെ ശബ്ദം.
അയാൾ അവിടെ നിന്നും അടുത്തുള്ള ഒരു മരത്തിന്റെ മറവിലേക്ക് മാറി. അവിടെ നിന്നും മരത്തിന്റെ മുകളിലേക്കും. ഹാർഡി മരത്തിന്റെ നീളമുള്ള ഒരു ശാഖയിൽ കയറുകയും അവിടെ ഇരിക്കുകയും ചെയ്തു. അത് നീണ്ടു കിടക്കുന്നത് ആ ജലാശയത്തിന്റെ മുകളിലേക്കാണ്. അയാൾ ഇരിക്കുന്നതിന്റെ എതിർദിശയിലേക്ക് സാവധാനം നോക്കി. ആനക്കൂട്ടങ്ങൾ ജലാശയത്തിലേക്ക് ഇറങ്ങുന്നു, നീരാടുന്നു, വെള്ളം കുടിക്കുന്നു, തുമ്പെ കൈകൊണ്ട് മുകളിലേക്ക് ചീറ്റുന്നു. ആ കാഴ്ചകളെല്ലാം അയാൾ അവിടെ ഇരുന്ന് കണ്ടാസ്വദിച്ചു. കുറേ മണിക്കൂറുകൾക്ക് ശേഷം അവിടേക്ക് എത്തിയ ആനകൾ പതിയെ വനത്തിലേക്ക് മടങ്ങി. എന്നാൽ താൻ അന്വേഷിക്കുന്ന ആനയെ മാത്രം കണ്ടെത്തുവാൻ അയാൾക്ക് സാധിച്ചില്ല. നേരം പുലരാൻ തുടങ്ങിയപ്പോൾ അയാൾ മരത്തിന് താഴേക്കിറങ്ങി. താൻ വന്ന വഴികളിലൂടെ തിരികെ നടന്നു. അങ്ങനെ നടന്നു പോകുന്നതിന്റെ കൂട്ടത്തിൽ അയാൾ മറ്റൊരു കാഴ്ചയും കണ്ടു. ഒരു മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന പുലിയെയായിരുന്നു അയാൾ കണ്ടത്. ഹാർഡി കണ്ടുവെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ആ പുലി വളരെ വേഗം അവനിരുന്ന ശാഖയിൽ നിന്നും മറ്റെവിടേക്കോ ഓടിമറഞ്ഞു. അതിനെയൊന്നും വകവെക്കാതെ ഹാർഡി മുന്നിലേക്ക് നടക്കുകയും പിന്നീട് വനപാതയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു. അവിടെ നിന്നും വീണ്ടും നടപ്പ് തുടങ്ങി. അങ്ങനെ നേരം പുലർന്ന് സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഗ്രാമത്തിലേക്ക് വന്ന് പതിച്ചപ്പോൾ തന്നെ ഹാർഡി ഗ്രാമത്തിലെത്തി. തനിക്കായി ഗ്രാമീണർ ഒരുക്കിയ വിശ്രമ കേന്ദ്രത്തിലേക്കായിരുന്നു അയാൾ നടന്നു ചെന്നത്. ആകെ ക്ഷീണിതനാണ്. തലേന്ന് രാത്രിയിലെ ഉറക്കം അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. താൻ വിശ്രമ കേന്ദ്രത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ ഗ്രാമത്തിലെ കുറച്ചു പേർ പ്രാതൽ അവിടെ കൊണ്ടുവച്ചിരുന്നു അദ്ദേഹത്തിന് കഴിക്കുവാൻ വേണ്ടി. അയാൾ അതും കഴിച്ച് ഒരു കുളിയും പാസാക്കി തൻ്റെ വിശ്രമ കേന്ദ്രത്തിൽ തൻ്റെ തോക്ക് ഒരു മൂലയിൽ വെച്ച് കിടന്നുറങ്ങി. ഉച്ച കഴിഞ്ഞ ശേഷമാണ് പിന്നീട് ഹാർഡി എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ ഉടനെ തന്നെ അദ്ദേഹം ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ ആകെ ഒന്നുകൂടി ചുറ്റിക്കറങ്ങി വീണ്ടും വിശ്രമ കേന്ദ്രത്തിൽ എത്തുകയും തനിക്ക് വേണ്ടി അവിടെ കരുതിയ ഭക്ഷണം കഴിക്കുകയും വൈകിട്ടോടെ വീണ്ടും ആ വനത്തിലേക്ക് പോകുവാൻ തീരുമാനിക്കുകയുമായിരുന്നു ചെയ്തത്. അങ്ങനെ 1-2 ദിവസം അദ്ദേഹത്തിൻ്റെ ശീലം ഇത് തന്നെയായിരുന്നു. പിന്നീട് അദ്ദേഹം അടുത്തുള്ള വയലിലേക്കും കൃഷിയിടങ്ങളിലേക്കും കാപ്പിത്തോട്ടങ്ങളിലേക്കും പോകുവാൻ ആരംഭിച്ചു. നേരം പുലരുവാൻ തുടങ്ങുന്ന സമയമാണത്രേ ആന കാപ്പിത്തോട്ടങ്ങളിലേക്ക് എത്തിയിരുന്നത്. അയാൾക്ക് അറിയുവാൻ സാധിച്ചു. കാപ്പിത്തോട്ടം നിൽക്കുന്ന ഭാഗത്തു നിന്നും കുറച്ചു ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള ചന്തയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അന്നത്തെ രാത്രിയിൽ അദ്ദേഹം കാപ്പിത്തോട്ടങ്ങൾക്കിടയിലൂടെ നടന്നു. ഒരാഴ്ചക്കാലം അവിടെ ചെലവഴിച്ചെങ്കിലും ആനയുടെ യാതൊരു വിവരവും ഹാർഡിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ അയാൾ മടങ്ങിപ്പോകുവാൻ തയ്യാറെടുക്കുന്ന സമയം നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ വ്യാപാരി വീണ്ടും ആ ഗ്രാമത്തിലേക്ക് എത്തി ഹാർഡിയെ കാണുകയും ഹാർഡിക്ക് നല്ലൊരു തുക ഓഫർ ചെയ്യുകയും ചെയ്തു. തനിക്ക് 2-3 മാസങ്ങൾക്കപ്പുറം വീണ്ടും ആ കടൽ തീരത്ത് പോകാനുണ്ടെന്നും ഈ വനപാതയിലൂടെ വേണം പോകുവാനെന്നും ആളുകൾ അവിടേക്ക് വരാൻ വിസമ്മതിക്കുന്നെന്നും പറഞ്ഞു. അതിനെല്ലാം കാരണം ആ നശിച്ച ആനയാണെന്നും 3 മാസങ്ങൾക്കപ്പുറം അവിടേക്ക് യാനം വരുമെന്നും ഇനിയും താങ്കൾക്ക് ആവശ്യമായ സാധനങ്ങൾ അവിടേക്ക് എത്തുമെന്നും അയാൾ ഹാർഡിയോട് പറഞ്ഞു. നിങ്ങൾ എങ്ങനെയെങ്കിലും ആനയെ കൊന്നു തരണം. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമുള്ള ഒരു പാരിതോഷികം ഞാൻ സമ്മാനമായി നൽകും. ആ വ്യാപാരി ഹാർഡിക്ക് ഉറപ്പ് നൽകി. കൃത്യമായി പറഞ്ഞാൽ 1 മാസം കൂടി ഹാർഡി അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. കേണൽ ഹാർഡിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ആ വ്യാപാരി ആ ഗ്രാമത്തിൽ ചെയ്തു കൊടുത്തിരുന്നു. വ്യാപാരിയുടെ 1-2 സഹായികളെ കൂടി ഹാർഡിക്ക് വിട്ടു നൽകി. അവരുടെ എല്ലാം സഹായത്തോടെ വീണ്ടും ആനയ്ക്കുള്ള തിരച്ചിൽ നടത്തി. അടുത്തുണ്ടായിരുന്ന ഒരു വയലിൽ നല്ല പൊക്കത്തിൽ നിർമ്മിച്ച ഒരു ഏറുമാടമുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ ഹാർഡി അവിടെ ചെലവഴിക്കുവാൻ തീരുമാനിച്ചു. തനിക്കൊപ്പം ആ സഹായികളെയും കൂട്ടാനും അയാൾ മറന്നില്ല. അങ്ങനെ അവർക്കൊപ്പം ആ വലിയ ഏറുമാടത്തിൽ പിന്നീടുള്ള ദിവസങ്ങൾ ഹാർഡി ചെലവഴിച്ചു. അങ്ങനെ ഒരിക്കൽ അവരെ തേടി ആ വയലിലേക്ക് ആന കടന്നു വന്നു. ഹാർഡിയും സഹായികളും തമ്മിൽ സംസാരിച്ചിരിക്കുമ്പോൾ ആ വയലിലേക്ക് കടന്നു വരുന്ന ആനയുടെ സാന്നിധ്യം അവർ അറിഞ്ഞിരുന്നില്ല. ആന എപ്പോഴാണോ അവരിരുന്ന ഏറുമാടത്തിൻ്റെ താഴെ എത്തിയത് അപ്പോൾ മാത്രമായിരുന്നു ആന അവിടെ എത്തിയെന്ന കാര്യം പോലും അവർക്ക് മനസ്സിലായത്. അക്ഷരാർത്ഥത്തിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹായികൾ പേടിച്ചു വിറച്ചു. ആന ഏറുമാടം മറച്ചിടുവാൻ പല ശ്രമങ്ങളും നടത്തി. ആനയുടെ ഓരോ ഇടിയിലും ഏറുമാടം ആടി ഉലയുവാൻ തുടങ്ങി. ഇങ്ങനെ പോയാൽ ഏത് നിമിഷവും ഏറുമാടം നിലം കുത്തുമെന്ന് ഹാർഡിക്ക് മനസ്സിലായി. പിന്നെ ഒട്ടും വൈകിയില്ല. ഒരു സാഹസിക കൃത്യത്തിന് മുതിർന്നു. ഏറുമാടത്തിൻ്റെ അഗ്രത്തുള്ള തൂണിലേക്ക് പോയി പിടിക്കുകയും അവിടെ നിന്നുകൊണ്ട് ആനയെ ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തു. ആന ഓരോ ഇടിയും ആ തൂണിലാണ് ഇടിക്കുന്നത്. തൂണ് കിടന്ന് ആടുകയാണ്. അതിനോടൊപ്പം ഏറുമാടവും നല്ലപോലെ ആടുന്നതിനാൽ കൃത്യമായി ഉന്നം പിടിക്കുവാൻ ഹാർഡിക്ക് സാധിക്കുന്നില്ല. എങ്കിലും ആനയെ ഭയപ്പെടുത്തി ഓടിക്കുവാൻ വേണ്ടി ആനയുടെ പുറത്തേക്ക് ഹാർഡി നിറയൊഴിച്ചു. ഹാർഡിയുടെ തിര വന്ന് തറച്ചു കയറിയത് ഒത്ത നടുഭാഗത്തേക്കായിരുന്നു. തിര തറച്ചു കയറിയതും ആന തുമ്പിക്കൈ ഉയർത്തി ഉച്ചത്തിൽ അലറി. പിന്നെ അവിടെ നിന്നും വയലിലൂടെ വനം ലക്ഷ്യമാക്കി അവൻ ഓടി അകലുകയായിരുന്നു.
പിന്നെ ഒട്ടും സമയം പാഴാക്കാൻ ഹാർഡി തയ്യാറായില്ല. ഹാർഡി തൻ്റെ സഹായികളെ വിളിച്ചുകൊണ്ട് ഏറുമാടത്തിൻ്റെ താഴേക്ക് ഇറങ്ങുകയും ആനയുടെ പുറകെ വെച്ചു പിടിക്കുകയും ചെയ്തു. രാത്രിയാണ്. ഹാർഡിയുടെ കയ്യിൽ ഒരു ടോർച്ച് മാത്രമാണുള്ളത്. സഹായികൾക്ക് ഭയമായിരുന്നു. എങ്കിലും ഹാർഡിയോടുള്ള വിശ്വാസം കാരണം ഹാർഡിക്കൊപ്പം വരാൻ അവർ തയ്യാറായിരുന്നു. ആ നെൽപ്പാടത്തിലൂടെ തോക്കും കയ്യിൽ പിടിച്ചുകൊണ്ട് ഹാർഡി ആനയ്ക്ക് പിന്നാലെ ഓടി. ആന അപ്പോഴേക്കും 1/4 മൈലോളം സഞ്ചരിച്ച് കാണണം. ഹാർഡി ഒട്ടും വിട്ടുകൊടുത്തില്ല. ആനയ്ക്ക് പിന്നാലെ വനവും ആനയുടെ പിന്നാലെ പോകുകയും ചെയ്തു. ആന പോയ കാൽപ്പാട് വളരെ വ്യക്തമായി കാണാമായിരുന്നു. ആ ട്രാക്ക് പിന്തുടർന്നുകൊണ്ടായിരുന്നു ഹാർഡി മുന്നിലേക്ക് കുതിച്ചോടിയിരുന്നത്. മരങ്ങളുടെ വേരുകളിൽ മറ്റും കുതിച്ചു ചാടുകയും പുല്ലുകൾക്കിടയിലൂടെ കൈയും തോക്കും വീശി ഓടുകയും ചെയ്തു. ആന പോയ പാത വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ മുന്നിൽ തെളിഞ്ഞു. ഹാർഡി മുന്നേ ഈ വഴികളിലൂടെ വന്നിട്ടുണ്ട്. അതിനാൽ ആന പോകുന്നത് എവിടേക്കാണെന്ന് ഹാർഡിക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. അതെ, താൻ നേരത്തെ പോയിരുന്ന ആ ജലാശയത്തിന്റെ അരികിലേക്കാണ് ഇപ്പോൾ ആ ആന ഭയന്നോടുന്നത്. ഓടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൻ്റെ റൈഫിൾ റീലോഡ് ചെയ്യുവാൻ ഹാർഡി മറന്നിരുന്നില്ല. താൻ ഉദ്ദേശിച്ചതുപോലെ ആ ജലാശയത്തിൻ്റെ അരികിൽ എത്താറായപ്പോഴേക്കും തൻ്റെ സഹായികളോട് നിൽക്കുവാൻ പറഞ്ഞു. ഇനിയും മെല്ലെ വേണം ആ ആനയുടെ സമീപത്തേക്ക് പോകുവാനെന്ന് അയാൾ പറഞ്ഞു. ആനയുടെ ഒത്ത നടുക്ക്, അതായത് ഒത്ത പുറത്താണ് തിര തറച്ചു കയറിയിരിക്കുന്നത്. ഉറപ്പായും അവൻ ജലാശയത്തിൻ്റെ അരികിലേക്ക് വന്നിരിക്കണം. അവൻ്റെ മുറിവിലേക്ക് വെള്ളം തളിക്കുവാൻ വേണ്ടി, വേദയിൽ നിന്നും ആശ്വാസം നേടുവാൻ വേണ്ടി. ഇല്ലെങ്കിൽ ഉറപ്പായും അവൻ ആ ജലാശയത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയായിരിക്കും ഈ സമയം. അവിടേക്ക് എത്തിയ ഹാർഡി പിന്നീട് ചെയ്തത് കാറ്റിൻ്റെ ദിശ മനസ്സിലാക്കുക എന്നതായിരുന്നു. കാറ്റിപ്പോൾ എവിടേക്കാണ് വീശുന്നത്, ആർക്കാണ് അനുകൂലം എന്നൊക്കെ നോക്കി. കാറ്റിപ്പോൾ വീശുന്നത് തൻ്റെ വലതുവശത്ത് നിന്നും ഇടത്തേക്കാണ്, അതായത് കടലിൽ നിന്നും കരയിലേക്ക്. ആന ഇപ്പോൾ പോയിരിക്കുന്നത് തങ്ങളുടെ മുന്നിലേക്ക്. ഒരു കാരണവശാലും ആനയ്ക്ക് തങ്ങളുടെ ഗന്ധം ലഭിക്കുകയില്ല എന്ന് ഹാർഡിക്ക് ഉറപ്പായി. ഇനിയും കാറ്റിൻ്റെ ദിശ മാറുവാൻ ഒരു വഴിയുമില്ല. ഹാർഡി തൻ്റെ തോക്ക് മുറുകെ പിടിച്ചു. തൻ്റെ സഹായികളുമായി പിന്നെ മെല്ലെ മെല്ലെ മുന്നിലേക്ക് നീങ്ങി തുടങ്ങി. ജലാശയത്തിൻ്റെ തൊട്ടരികിലെത്തിയപ്പോഴേക്കും ആനയെ കൃത്യമായി തന്നെ ആ നിലാവെളിച്ചത്തിൽ കാണാൻ സാധിച്ചിരുന്നു. അതെ, നമ്മൾ മുന്നേ പറഞ്ഞ ആന കൂട്ടങ്ങൾ ഇറങ്ങി കുളിച്ചുകൊണ്ടിരുന്ന ആ ജലാശയത്തിൻ്റെ നടുവിലായി ആനയെ കണ്ടു. അവൻ ഉച്ചത്തിൽ അലറുകയും തുമ്പിക്കൈ കൊണ്ട് വെള്ളം ചീറ്റിക്കുകയും ചെയ്യുകയായിരുന്നു. അവൻ്റെ പുറത്തേറ്റ തിര, അതിൻ്റെ വേദയിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി അവൻ ആ മുറിവിലേക്ക് വെള്ളം തളിക്കുകയാണ്. തൻ്റെ ഒപ്പം വന്ന സഹായികളെ ആ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ നിർത്തി. പിന്നെ തൻ്റെ തോളിലേക്ക് ഉയർത്തി വെച്ച റൈഫിലുമായി പതിയെ 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 മുന്നിലേക്ക് നീങ്ങി. ജലാശയത്തിൻ്റെ അരികിൽ ചേമ്പ് പോലെ വളർന്നു നിൽക്കുന്ന ചെടികൾക്കരികിലേക്ക് അയാൾ ഇഴഞ്ഞു നീങ്ങി അതിൻ്റെ മറവ് പറ്റി കടന്നു. അതിൻ്റെ ഇടയിലൂടെ ആ റൈഫിൽ ആനയ്ക്ക് നേരെ ചൂണ്ടി. ആനയിപ്പോൾ നിൽക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ആ ജലാശയത്തിൻ്റെ ഒത്ത നടുവിലാണ്. കേണൽ ഇപ്പോൾ തൻ്റെ തോക്ക് ചൂണ്ടിയിരിക്കുന്നത് ആനയുടെ ചെവിക്ക് പിന്നിലെ വർമ്മത്തിലേക്കാണ്. എന്തിനോ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആന ഒന്നുകൂടി തുമ്പിക്കൈയിൽ വെള്ളം നിറച്ച് തൻ്റെ പിന്നിലേക്ക് ചീറ്റിയ സമയം കേണലിൻ്റെ റൈഫിൽ ശബ്ദിച്ചു. ആ ഇരുട്ടിൽ തൻ്റെ സഹായികൾ വ്യക്തമായി തന്നെ കണ്ടു. ആ ചേമ്പിലകൾ കൂട്ടത്തിൽ നിന്നും ഒരു തീപ്പൊരിയും പ്രകാശവും മിന്നുന്നതും, ഒരു ശബ്ദം തങ്ങളുടെ കാതുകളെ അടപ്പിക്കുന്നതും. തിര വന്ന് കൃത്യമായി ആനയുടെ ചെവിക്ക് പിന്നിൽ തന്നെ കൊണ്ടു കാണണം. ആന ഒന്നലറി. പിന്നെ ആ ജലാശയത്തിലേക്ക് വലത്തേക്ക് ചരിഞ്ഞ് വീഴുകയായിരുന്നു. അവൻ്റെ വീഴ്ചയുടെ ആഘാതത്തിലായിരിക്കാം ജലാശയത്തിൽ ചെറിയൊരു തിരമാല പോലെ രൂപം കൊണ്ടത്. അത് കേണൽ ഹാർഡി ഇരുന്ന ആ തിട്ടയിലേക്ക് അടിച്ചു കയറുകയും ഹാർഡിയെ നനയ്ക്കുകയും ചെയ്തു. ജലാശയത്തിലേക്ക് മറിഞ്ഞു വീണ ആന പിന്നീട് ഉയർന്നില്ല. അവൻ്റെ തുമ്പിക്കൈ വെള്ളം ചീറ്റിയില്ല. അവൻ്റെ അലർച്ച അവിടെ ഉയർന്നു കേട്ടില്ല. കുറച്ച് സമയം കൂടി ഹാർഡിയും സഹായികളും ആ ജലാശയത്തിന് ചുറ്റും നടന്നു. എന്നാൽ ആന പൊങ്ങി വന്നതേയില്ല. അവൻ ആ ജലാശയത്തിൻ്റെ അടിയിൽ വിശ്രമം കൊണ്ടു. പിറ്റേന്ന് കാലത്ത് തന്നെ ഹാർഡിയും സഹായികളും കുറച്ച് ഗ്രാമീണരെയും മറ്റാളുകളെയും എല്ലാം വിളിച്ചുകൊണ്ട് ആ വലിയ ജലാശയത്തിൻ്റെ അരികിലേക്ക് എത്തുകയും ആ ജലാശയത്തിൽ മുങ്ങിക്കിടക്കുന്ന ആനയുടെ ശരീരം തപ്പി കണ്ടെടുക്കുകയും ചെയ്തു. പിന്നീട് വലിയ വടങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് ആളുകളുടെ സഹായത്തോടെ ആനയുടെ ശരീരം ആ ജലാശയത്തിൽ നിന്നും പതിയെ കരയിലേക്ക് വലിച്ചടിപ്പിക്കുകയും അവൻ്റെ ശരീരത്തിൽ നിന്നും അവൻ്റെ നീളമേറിയ കൊമ്പുകൾ ഊരിയെടുക്കുകയും ചെയ്തു. അവൻ്റെ ആ വലിയ കൊമ്പുകൾ ഊരിയെടുക്കുന്ന കാഴ്ച കാണുവാൻ വേണ്ടി നമ്മൾ കഥയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ വ്യാപാരിയും ആ ജലാശയത്തിൻ്റെ അരികിലേക്ക് എത്തിയിരുന്നു. അവൻ്റെ ആ ചത്തുകിടക്കുന്ന ശരീരം കണ്ടുകൊണ്ട് അയാൾ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. പിന്നീട് പൊട്ടിച്ചിരിക്കുന്നതും കേട്ടു. അയാൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചിന്തിക്കാത്ത വിധത്തിലുള്ള ഒരു പ്രതിഫലമാണ് അയാൾ എനിക്ക് നൽകിയത്. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.